തിരികെത്താം. സി ബി സത്യൻ, സവർക്കർ വിഷയത്തിലാണ് ഏറ്റവും ഒടുവിൽ, ഇതിനു മുൻപ് ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധി കോടതി കയറേണ്ടി വന്നത്. അദ്ദേഹത്തിന് സ്റ്റേ അനുവദിച്ചുകൊണ്ടാണ്. പക്ഷേ ജസ്റ്റിസ് ദീപാങ്കർ മേത്ത തന്നെ, ഇതേ ജസ്റ്റിസ് തന്നെയാണ് അദ്ദേഹത്തെ വിമർശിക്കുകയും ചെയ്തത്. സ്വാഭാവികമായിട്ടും ഇതിനകത്തൊരു പരമോന്നത കോടതിയാണ്. ഈ നടത്തുന്ന പരാമർശം അതേതെങ്കിലും വിധിയുടെ ഭാഗമായിട്ടല്ല, ഉത്തരവിൻ്റെ ഭാഗമായിട്ടൊന്നുമല്ല. എങ്കിലും ഒരു രാഷ്ട്രീയ പ്രതികരണമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? അപ്പം നമുക്ക് ഈ സംഭവത്തെ ഒരു മൂന്നാല് വ്യത്യസ്തമായ ആംഗിളിൽ കാണേണ്ടതുണ്ട്. ഒന്നാമത്തത് ഞാൻ പറയുന്നത്, പെഗാസസ് സ്പൈവെയർ കേസിൽ 2021 സുപ്രീം കോടതി പരിഗണനയിൽ വന്നപ്പോൾ ഇതേ സുപ്രീം കോടതി തന്നെ വളരെ വളരെ കൃത്യമായ, അതായത് ഇന്ത്യയുടെ ഭരണഘടനയുടെ അടിസ്ഥാനപരമായ ആശയങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവന, ഒരു ഒബ്സർവേഷൻ നടത്തുകയുണ്ടായി. അതിനകത്ത് അവർ പറഞ്ഞത്, നാഷണൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒറ്റ വാക്കുകൊണ്ട് പൗരാവകാശങ്ങളെ റദ്ദ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ വളരെ കൃത്യമായിട്ട് അതിനകത്ത് വിവക്ഷിച്ചത്. അതായത് പെഗാസസ് സ്പൈവെയർ ഉപയോഗിച്ചുകൊണ്ട് പലരുടെയും ഫോൺ ചോർത്തുകയും പലരുടെയും മെയിലുകളും മറ്റു വിവരങ്ങളും സ്വകാര്യ വിവരങ്ങളും ചോർത്തുകയും ചെയ്തപ്പോൾ അതിനെതിരെ കേസ് വന്നപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് വന്ന മറുപടി എന്ന് പറയുന്നത് നാഷണൽ സെക്യൂരിറ്റി, ദേശീയ സുരക്ഷയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ്. അപ്പോൾ കോടതി കൃത്യമായി പറഞ്ഞത്, ദേശീയ സുരക്ഷ എന്ന് പറയുന്ന ഒരു വാക്കിന്റെ അടിസ്ഥാനത്തിൽ ആ ഒരു വാക്കുകൊണ്ട് പൗരാവകാശങ്ങളെ ഹനിക്കാൻ പറ്റില്ല, അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കാൻ പറ്റില്ല. അപ്പോൾ വളരെ കൃത്യമായിട്ട് പൗരാവകാശങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം ഉണ്ടായ, അല്ലെങ്കിൽ ഒരു പ്രസ്താവന ഉണ്ടായ അതേ പരമോന്നത കോടതിയിൽ നിന്ന് ഇന്ന് ഒരു ജഡ്ജി ഒരു സർക്കാരിനെ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവിനോട് നിങ്ങൾ ചൈനയോടാണോ കൂറ് എന്ന് ചോദിക്കുന്ന പരിഹാസ്യമായ ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വന്നെത്തിയിരിക്കുന്നത്. ഇതിനെ പരിഹാസ്യം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. കാരണം ഒബ്വിയസ്ലി സുപ്രീം കോടതിയാണ്, പരമോന്നത കോടതിയാണ്. പക്ഷേ ജഡ്ജിയുടെ ഈ ഒബ്സർവേഷൻ എന്ന് പറയുന്നത്, അതായത് ഒരു രാജ്യം അതിന്റെ അതിർത്തിയിൽ കുറെ സ്ഥലങ്ങൾ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ശത്രു രാജ്യം ഇരച്ച് കയറി, അതിനകത്ത് കൃത്യമായി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടാകുന്നില്ല. അതിനെ പരസ്യമായിട്ടൊരു യോഗത്തിൽ നമ്മുടെ ഗവൺമെന്റിന്റെ ഇനബിലിറ്റിയെ ചോദ്യം ചെയ്യുന്ന ഒരു സന്ദർഭത്തിൽ അത് ഈ പറഞ്ഞതുപോലെ രാജ്യദ്രോഹമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ചൈനയോടാണോ കൂറ്, അതുകൊണ്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് പറയുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിൽ, വിദ്യാഭ്യാസമുള്ള ഒരു സമൂഹത്തിൽ, നിയമം അറിയാവുന്ന ഒരു സമൂഹത്തിൽ, ഒരു ജനാധിപത്യ സമൂഹത്തിൽ എങ്ങനെയാണ് ഇത്തരം ഒരു സിറ്റുവേഷൻ ഉണ്ടാവുക എന്നതുപോലും നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. നമ്മളിതിനെ കൂട്ടി വായിക്കേണ്ടത് മറ്റൊരു വിഷയമായിട്ടാണ്. ഇന്നലെ ബോംബെ ഹൈക്കോടതി, ഞാൻ ബോംബെ ഹൈക്കോടതി CPM-നെതിരെ സമാനമായ ഒരു പരാമർശം നടത്തി. CPM ഗാസ വിഷയത്തിൽ ഒരു സമരം ചെയ്യാനായിട്ട് അനുവാദം ചോദിച്ചപ്പോൾ മുംബൈ പോലീസ് അത് നിഷേധിക്കുകയും അതിനെ തുടർന്ന് അവർ കോടതിയെ സമീപിക്കുകയും ചെയ്തപ്പോൾ കോടതി അവരോട് ചോദിച്ചത്, നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട്, അവിടെ പ്രതിഷേധിച്ചൂടെ എന്ന്. ഞാൻ ചോദിക്കുന്നത്, ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തന മേഖല, അതായത് അത് ലോകം മുഴുവനുള്ള എല്ലാ വിഷയങ്ങളിലും പ്രതികരിക്കാനും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഇരിക്കെ എല്ലാം രാഷ്ട്രം എന്ന് പറയുന്ന ഒരു സങ്കുചിത സങ്കല്പത്തിലേക്ക് ചുരുക്കിക്കൊണ്ടുവന്ന് ഒരു തീവ്രദേശീയത, അപകടകരമായ ഒരു തീവ്രദേശീയതയുടെ ഒരു തരംഗം കോടതികളെ പോലും പിടിമുറുക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രശ്നം സംഭവിക്കുന്നത്, ഇവിടെ BJP പ്രതിനിധിയും പലവട്ടം പറയുകയുണ്ടായി, അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിലും അദ്ദേഹത്തിന് ഇതുവരെ രാജ്യവും ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായിട്ടില്ല. ഒരു രാഷ്ട്രവും ഗവൺമെന്റും ഒന്നല്ല. മോദി സർക്കാർ എന്ന് പറയുന്നത് ഇന്ത്യ അല്ല. ഇന്ത്യ ഭരിക്കുന്ന നിലവിലുള്ള ഒരു ഭരണ സംവിധാനം മാത്രമാണ്. സർക്കാരിനെ വിമർശിക്കുന്നത് രാജ്യത്തെ വിമർശിക്കുന്നതല്ല. സർക്കാരും രാജ്യവും വളരെ വ്യക്തമായി രണ്ട് എൻറ്റിറ്റിയാണ് എന്ന ബോധ്യം പോലും, അതായത് കോടതികൾക്ക് പോലും നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയത്തിലാണ് ഇപ്പോൾ. അതായത് സമാനമായ സിറ്റുവേഷൻ നമുക്ക് രണ്ടാം ലോകമായതിനു മുമ്പുള്ള നാസി പാർട്ടിയുടെയും ഫാസിസ്റ്റ് പാർട്ടി, ഇറ്റലിയിലെ ഫാസിസ്റ്റ് പാർട്ടിയുടെയും ജർമ്മനിയിലെ നാസി പാർട്ടിയുടെയും വളർച്ചയുടെ കാലഘട്ടത്തിൽ സമാനമായൊരു സിറ്റുവേഷൻ അവിടെ ഉണ്ടായിട്ടുള്ളതായിട്ട് ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് അന്നത്തെ നിയമങ്ങൾ, ജുഡീഷ്യറി മൊത്തമായിട്ട് ഒരേ തരത്തിലേക്ക് അലൈൻ ചെയ്യപ്പെടുകയും അവര് നാസി ഈ പറഞ്ഞ മുന്നോട്ട് വെച്ച അതിതീവ്ര ദേശീയതയെ എൻഡോഴ്സ് ചെയ്യുന്ന രീതിയിലേക്ക് മാറുകയും ചെയ്തു. അന്ന് അവർ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ഇത്തരം ജഡ്ജിമാരെ പുറത്താക്കുകയും അവർക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുവരികയുമായിരുന്നു. നിലവിലവസ്ഥ അങ്ങനെയല്ല. നിലവിലവസ്ഥ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ ജുഡീഷ്യറിയുടെ ഒരു വിഭാഗം തന്നെ പക്ഷം ചേർന്ന് മുന്നോട്ട് പോകുന്ന ഒരു മാരകമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പൊ ചുരുക്കത്തിൽ ജനാധിപത്യം സംരക്ഷിക്കപ്പെടേണ്ട എല്ലാ മേഖലകളിലും അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതിഭീകരമായ ഒരു ഏകാധിപത്യ പ്രവണത വളർന്ന് പന്തലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ഈ രാജ്യവും ഗവൺമെന്റും രണ്ടാണ് എന്നും വിമർശിക്കാനുള്ള അധികാരം പ്രതിപക്ഷ നേതാവിനുണ്ട് എന്നുള്ള വസ്തുത ഉൾക്കൊള്ളാതെ അതിനെ ഒരു കോടതി, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ പരമോന്നത നീതിപീഠത്തിലെ ഒരു ന്യായാധിപന് പോലും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് സത്യത്തിൽ അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്.
നമ്മളൊരു ജുഡീഷ്യറിയുടെ ഓവർ ആക്ടിവിസം എന്ന് പറയാൻ, അല്ലെ ഓവർ ആർച്ചിങ് എന്ന് പറയാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? നമ്മൾ രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ എടുത്ത് നോക്കുക. രാഹുൽ ഗാന്ധി നടത്തുന്ന എല്ലാ പ്രസ്താവനകളെയും രാജ്യദ്രോഹമാക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ഭയങ്കര സോഷ്യൽ മീഡിയ ക്യാമ്പയിനാണ് BJP ഇന്ത്യ മൊത്തം അഴിച്ചുവിട്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധി എന്ത് പറയുന്നു അതിനെ ഉടനെ ഇന്ത്യ വിരുദ്ധമാക്കുക. നമ്മളൊരു കാര്യം ആലോചിക്കണം. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലോകത്തോട് തുറന്നു സമ്മതിച്ചു ഞങ്ങൾക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന്. അതിനർത്ഥം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ സപ്പോർട്ടർ ആണെന്നാണോ? പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യക്ക് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളായതുകൊണ്ടാണ് അദ്ദേഹം നഷ്ടം ഉണ്ടാകുന്ന സങ്കല്പിച്ചത്, സമ്മതിച്ചത്. അതുപോലെ തന്നെ ഇന്ത്യക്ക് നഷ്ടം ഉണ്ടായെന്നുള്ള ചോദ്യം ചോദിച്ച പ്രതിപക്ഷ നേതാവ് അതുകൊണ്ട് പാകിസ്ഥാൻകാരനാണ് എന്നാണ്. അതെന്ത് ന്യായമാണത്? ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ പറഞ്ഞ ന്യായം കറക്റ്റ് ആണെങ്കിൽ നാളെ പാകിസ്ഥാൻകാർക്ക് പറഞ്ഞൂടെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇന്ത്യൻ സപ്പോർട്ടറാണ്, അതുകൊണ്ടാണ് അദ്ദേഹം നഷ്ടങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞതെന്ന്? ഇപ്പൊ ഇന്ത്യ ഉണ്ടായ നഷ്ടങ്ങളെ കുറിച്ച് പറയുന്നില്ല. ഇന്ത്യക്ക് അത് പറയാൻ ധൈര്യമില്ല. ഇന്ത്യൻ സർക്കാരിന് അത് പുറത്തുവിടാൻ ധൈര്യമില്ല. ഇന്ത്യൻ സർക്കാർ ആരെയാണ് മറയ്ക്കുന്നത്? ഇന്ത്യൻ സർക്കാർ, ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ഇന്ത്യയുടെ ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മൾ തിരഞ്ഞെടുത്തു വിട്ട ഒരു സർക്കാരാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് വാങ്ങിയ ആയുധങ്ങളും ഷെല്ലുകളും ഫൈറ്റർ ജെറ്റുകളുമാണ് ഇന്ത്യക്കുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു യുദ്ധത്തിന്റെ അവസാനം എന്ത് സംഭവിച്ചു എന്ന് ഇന്ത്യയിലെ ജനങ്ങളോട് വെളിപ്പെടുത്തേണ്ട രാഷ്ട്രീയ മര്യാദ ഇന്ത്യൻ സർക്കാരിനുണ്ട്. അതവർ ചെയ്തിട്ടില്ല. അതേസമയം തന്നെ അപ്പം ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞത് ചോദ്യം ചെയ്യുന്ന പ്രതിപക്ഷത്തിനെ ഉടൻ രാജ്യദ്രോഹികളാക്കി മാറ്റുന്ന ഒരു ഹ്യൂജ് ക്യാമ്പയിൻ അഴിച്ചുവിടുക. കാരണം IT മേഖലയിലും സോഷ്യൽ മീഡിയയിലുള്ള അപ്രമാദിത്വം ഉപയോഗിച്ചിട്ട് അതിനെ മൊത്തത്തിൽ അടിച്ചു തകർക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഈ ട്രംപ് പറയുന്ന ഡെഡ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന സാധനം, ഡെഡ് ഇന്ത്യൻ എക്കോണമി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ആ കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇന്ത്യക്ക് വളർച്ചയില്ല എന്നല്ല, ഇന്ത്യയുടെ അപ്പർ ക്ലാസ് മാത്രമാണ് വളരുന്നത്. ഇന്ത്യയിലെ MSME SME വിഭാഗങ്ങൾ മുഴുവൻ തകർന്ന് തരിപ്പണമായിട്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ മധ്യവർഗ സമ്പദ് വ്യവസ്ഥ മൊത്തം തകർന്ന് തരിപ്പണമായിരിക്കുന്നു. കുറെ അംബാനിമാരുടെയും അദാനിമാരുടെയും ചുമലിൽ മാത്രമാണ് ഇന്ത്യൻ എക്കോണമി മുന്നോട്ട് പോകുന്നത്. താഴെത്തട്ടിൽ കൃത്യമായിട്ട് ജനങ്ങൾക്ക് ഈ പറഞ്ഞ യാതൊരു സംഭവങ്ങളും എത്തുന്നില്ല. ഈ വളർച്ചയുടെ എഫക്ട് ഏറ്റവും താഴെത്തട്ടിൽ എത്തുന്നില്ല എന്നുള്ളത് സത്യമാണ്. സോ എസെൻഷ്യലി വളർച്ച ഉണ്ടെങ്കിൽ പോലും ഇന്ത്യ ഒരു ഡെഡ് എക്കണോമിയാണ്. കാരണം വെച്ചാൽ ഇന്ത്യയുടെ വളർച്ച ഇൻക്ലൂസീവ് അല്ല. അതാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്നത്. അത് ട്രംപ് ഒരു കളിയാക്കി പറഞ്ഞതാണെങ്കിൽ പോലും അതിനകത്ത് രാഹുൽ ഗാന്ധി അതിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ അമേരിക്കയെ സപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കയെ സപ്പോർട്ട് ചെയ്തത് രാഹുൽ ഗാന്ധി അല്ല. നമ്മൾ മനസ്സിലാക്കണം. ട്രംപിന്റെ കഴിഞ്ഞ ബൈഡനോട് പരാജയപ്പെട്ട ഇലക്ഷനിൽ അമേരിക്കയിൽ പോയി ഇന്ത്യക്കാരെ വിളിച്ചു നിർത്തി ഈ ട്രംപിന് വേണ്ടി തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തിയത് മഹാന്റെ പേര് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നാണ്, അല്ലാതെ രാഹുൽ ഗാന്ധി എന്നല്ല. അപ്പൊ അത്രയേറെ അടുപ്പമാവുകയും അത്രയേറെ കെട്ടിപ്പിടുന്നത് നടക്കുകയും ട്രംപ് ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് ലോകം മൊത്തം എൻഡോഴ്സ് ചെയ്യുകയും ചെയ്തത് നരേന്ദ്രമോദിയാണ്, രാഹുൽ ഗാന്ധി അല്ല. അപ്പൊ നമ്മൾ ഇതിനകത്ത് രാഹുൽ ഗാന്ധി മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ എന്ന് പറയുന്നത് അതിനെ മെറിറ്റിലാണ് പരിശോധിക്കേണ്ടത്, അല്ലാതെ അതിനെ ഞാൻ തിരികെ എത്താം. അതിനുള്ള ഉത്തരങ്ങൾ എന്തായാലും മനുവിലേക്ക് ഞാൻ വരാം. അതിന് മുൻപ് വിനോദ് മാത്യു വിൽസൺ നമുക്കൊപ്പം. വിനോദ്, രാജ്യത്ത് എന്ത് ചോദ്യം ചോദിച്ചാലും അത് സർക്കാരിനെതിരാണെങ്കിൽ, അത് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കെതിരാണെങ്കിൽ അത് രാജ്യദ്രോഹമാക്കുകയാണോ എന്നുള്ള ചോദ്യം ആം ആദ്മിയുടെ നേതാക്കന്മാരും മുൻപ് ചോദിച്ചിട്ടുള്ള കാര്യമാണ്. സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത് ഒരു വിധിയല്ല, ഒരു ഉത്തരവല്ല, അതൊരു ഉപദേശ രൂപേണയുള്ള ഒരു കാര്യമാണ്. അത് BJP നേതാക്കന്മാർ തന്നെ പറയേണ്ടത് സഹികെട്ട് കോടതി പോലും പറഞ്ഞു പോകുകയാണ്. 1 or 2 കേസുകളല്ല, എത്രയോ കേസുകൾ വരുന്നു. ഈ കേസുകൾക്കൊന്നും അടിസ്ഥാനമില്ലാത്ത പല പോയിന്റുകളും ഉന്നയിക്കുന്നു, അസത്യപ്രചാരണങ്ങൾ നടത്തുന്നു. കോടതി എങ്ങനെയാണ് ഇത് ഉപദേശ രൂപേണയെങ്കിലും ഇത് പറയാതിരിക്കുക എങ്ങനെയാണ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. മറുവശത്ത് പറയുന്നത് ഇങ്ങനെ ഒരു സ്വാധീനം ഉണ്ടാവുകയാണെങ്കിൽ അത് എത്രത്തോളം ഭയങ്കരമായിരിക്കും, അതെത്രത്തോളം ഭീതിജനകമായിരിക്കും എന്നുള്ള ഒരാശങ്കയാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഏത് തരത്തിലാണ് അതൊരു ദേശീയ രാഷ്ട്രത്തിൽ അത് ഏത് തരത്തിലാണ് കാണുന്നത്? ഈ ചർച്ച തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു 32 മിനിറ്റ് ആയി. ഇനിയും അടുത്ത റൗണ്ടിൽ എനിക്ക് സമയം കിട്ടുമെന്നറിയില്ല. അതുകൊണ്ട് ഈ വിഷയത്തിൽ എനിക്കൊരു അല്പം സമയം കൂടുതൽ തരണമെന്ന് റിക്വസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈ വിഷയത്തിൽ ഇപ്പം ഞാൻ കോൺഗ്രസിന്റെ ഭാഗം പറയാനാണുള്ളത്. എന്നാൽ